ഇന്ത്യ അഗ്നി-1 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. DRDO കോമ്പാക്റ്റ് ടർബോജെറ്റ് എഞ്ചിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡ്രോൺ ടെക്നോളജി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DRDO ഇങ്ങനൊരു പ്രോജക്റ്റ് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രാവീണ്യമുള്ള കപ്പാസിറ്റിയുള്ള ആൾക്കാർ DRDOയെ സമീപിച്ചു കഴിഞ്ഞാൽ ഫണ്ട് ഇറക്കും, നിങ്ങൾക്ക് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ്, ഈ കോമ്പാക്റ്റ് ടർബോജെറ്റ് എഞ്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമായിട്ട് നിങ്ങൾ DRDOയെ അപ്രോച്ച് ചെയ്യുക. വായു അസ്ത്ര 1 പൂനെ ബേസ്ഡ് നൈബ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് ഇൻഡിജിനിയസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ലോയിറ്ററിംഗ് മ്യൂണിഷൻ സിസ്റ്റമാണ് ഈ വായു അസ്ത്ര 1 എന്ന് വിളിക്കുന്നത്. പ്രിസിഷൻ സ്ട്രൈക്കാണ്, അതേപോലെ തന്നെ റീയൂസബിൾ കേപ്പബിലിറ്റി ഉണ്ട് ഇതിന്, റീയൂസബിൾ കേപ്പബിലിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മ്യൂണിഷനാണിത്. ഹൈ ആൾട്ടിറ്റ്യൂഡ് ടെറൈൻസിൽ ഇത് വിജയകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് പരീക്ഷണത്തിൽ തെളിയിച്ചിട്ടുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശിക്കുന്നത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനും അതേപോലെ തന്നെ ഇൻഡോ പസഫിക് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താനാണ് വരുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഓയിൽ പർച്ചേസ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ഓയിൽ ഡീലിനെ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, അമേരിക്കയിൽ തന്നെ ക്രൂഡ് ഓയിൽ ഷോർട്ടേജാണ്. അമേരിക്കയിൽ തന്നെ അവർ തന്നെ ഷോർട്ടേജിലാണ് കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇന്ത്യയെ തടയാൻ പറ്റത്തില്ല. പക്ഷേ അതേസമയം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺട്രാക്റ്റുകൾ, അതായത് അപ്കമ്മിങ് ഈ യുദ്ധം അവസാനിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്കൻ ചേരിയിൽ ഒരു മേജർ ബയ്യറായിട്ട് മാറണം എന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ബൈലേറ്ററൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ റൂബിയോ ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കച്ചവട താല്പര്യമാണ് ഏറ്റവും കൂടുതൽ. മിക്കവാറും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഇന്ത്യയുടെ ട്രേഡ് എഗ്രിമെൻറ്റ്, അതായത് താരിഫുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് ഡീൽ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. ഇന്ത്യയും സൈൻ ചെയ്തിട്ടില്ല, അമേരിക്ക സൈൻ ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു 15% താഴെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. 15% ബിലോ, അതിലേക്ക് ഇന്ത്യ കൂടുതൽ പുഷ് ചെയ്യണം അമേരിക്കയെ. മാർക്കോ റൂബിയോ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നിന്നിരുന്ന വ്യക്തിയാണ്. ഈവൻ ദോ ഓപ്പോസിഷനിലിരുന്ന സമയത്ത് ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന, കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മാർക്കോ റൂബിയോ. എനിവേ ലെറ്റ് us see. ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ബോർഡർ ഇത് രണ്ടും തന്നെ സ്മാർട്ട് ബോർഡർ മാനേജ്മെൻറ്റ് കീഴിൽ കൊണ്ടുവരാൻ പോവാണ്. അതായത് കൃത്യമായിട്ടുള്ള AI ക്യാമറകൾ, അതുപോലെ തന്നെ സർവൈലൻസ്, അതുപോലെ തന്നെ ഡ്രോൺ സിസ്റ്റം, ഓട്ടോമേഷൻ ഫയറിംഗ് സിസ്റ്റം. അതായത് ഭീകരൻ വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫയർ ചെയ്യാനുള്ള അത്തരത്തിലുള്ള ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് ബോർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ബോർഡറിലും ബംഗ്ലാദേശ് ബോർഡറിലും നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡൽഹിയിൽ DRDOയുടെ ഓഫീസിൽ വെച്ചിട്ട് അർമാമെൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞ് ഫ്രാൻസിൻ്റെ ജനറൽ, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. പുള്ളി ഡൽഹിയിൽ DRDO ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസുമായിട്ട് നമുക്ക് റഫേലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നോളജി ക്രൈസിസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇന്ത്യക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം 114 റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ, അതൊരു കോമൺ ഡേറ്റ ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് അത് ഇന്ത്യ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം ഒന്നുകൂടെ റാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസുമായിട്ട് നമ്മൾ ഈ റഫേൽ ഡീല് ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്താനാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ഫ്രാൻസുമായിട്ട് ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഫ്രണ്ട്ലി വിസിറ്റാണ് പുള്ളിക്കാരൻ വന്നതെങ്കിലും പ്രധാനപ്പെട്ട വിഷയം ഈ റഫേൽ ഡീൽ ഇങ്ങനെ സ്റ്റോപ്പായി നിൽക്കുന്നത് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഫയൽ ഫ്രാൻസിലെത്തുമ്പോൾ നമ്മൾ റഫേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കേണ്ടി വരും. അവിടെ വെച്ചിട്ട് ഇത് രണ്ടും തമ്മിലൊന്ന് ക്ലാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഇന്ത്യ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തിട്ടില്ല ഈ റഫേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. AMCA പ്രോജക്റ്റിലാണ് ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യക്കുള്ളിലുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിൻ്റെ പ്രോജക്റ്റ് ഉണ്ടല്ലോ, AMCA പ്രോജക്റ്റ്, അതിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യ. ഇപ്പോൾ അദാനി പോർട്സ് ആൻഡ് സർവീസസ് അർജൻറ്റീനയിൽ 51% സ്റ്റേക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. അർജൻറ്റീന പോർട്ട് സർവീസസിൽ അർജൻറ്റീന മെറിഡിയൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് 51% സ്റ്റേക്ക് അദാനി സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അദാനി അർജൻറ്റീന ത്രൂ ഇപ്പോൾ പോർട്ട് ക്ലിയറൻസ് നടത്താൻ പോവാണ്. അർജൻറ്റീനയ്ക്ക് ഇസ്രായേലുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഇസ്രായേലിൽ ഒരു പോർട്ട് ഓൾറെഡി തന്നെ അദാനി റൺ ചെയ്യുന്നുണ്ട്, ഹൈഫ പോർട്ട്. ഇപ്പോൾ ഇനി ഗ്രീസിലേക്ക് ലക്ഷ്യമിടുകയാണ്. പിന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്.
പാകിസ്ഥാനിൽ നിന്നും ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ ക്ലെയിം ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അഥവാ അവരുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, അവരതിന് വെച്ചിരുന്ന പേര് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ റിറ്റാലിയേഷന് അവർ നൽകിയിരുന്ന പേര് ബുനിയാൻ UAE മർസൂസ് എന്ന് പറഞ്ഞ പേരാണ് അവർ നൽകിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇന്ത്യക്കുള്ളിൽ കുറേ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു റോങ് ക്ലെയിം. കാരണം ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ നമുക്ക് ബേസ് ഉണ്ട് എന്ന് ഈ ഓഫീസർ പറഞ്ഞ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ നമുക്ക് ബേസ് ഇല്ല. ആക്റ്റീവായിട്ടുള്ള ബേസ് ഇല്ലാത്ത സ്ഥലങ്ങളാണ് പുള്ളിക്കാരൻ മെൻഷൻ ചെയ്തത്. അസീം മുനീർ ഇങ്ങനൊരു വ്യക്തിയെ കെട്ടിയിറക്കിയിരിക്കുകയാണ്, നൂലിൽ കെട്ടിയിറക്കിയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സെലിബ്രേഷൻ ആനിവേഴ്സറി നടന്നതിനെ തുടർന്ന് പാകിസ്ഥാന് നാണക്കേടും അവരുടെ പൊള്ളത്തരങ്ങളെല്ലാം തന്നെ ഇന്ത്യ തുറന്നു കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് സാഹചര്യം. ഇന്ത്യൻ ആർമിയുടെ ചീഫ് ഉപേന്ദ്ര ദ്വിവേദി ബംഗ്ലാദേശിൻ്റെ കമ്മീഷണറെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ ബോർഡറിൽ ഫെൻസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണിത്. ഡിഫൻസ് കോപ്പറേഷൻ വേണം എന്ന തരത്തിലുള്ള ഒരു ഡിസ്കഷൻ. സൈപ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ വെച്ചിട്ട് പ്രൈം മിനിസ്റ്റർ മോദിയും സൈപ്രസിൻ്റെ പ്രസിഡന്റും തമ്മിൽ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ നടന്നത്. തീർച്ചയായിട്ടും സൈപ്രസിൽ നമുക്ക് താല്പര്യമുണ്ട്. മെഡിറ്ററേനിയനിലെ ഇന്ത്യയുടെ പദ്ധതികളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വാർത്തകളൊക്കെ കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന് ഒരു മുന്നൊരുക്കമായിട്ട് അവിടെ മെഡിറ്ററേനിയൻ കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇസ്രായേലാണ് അതിന് മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം അത് ഇസ്രായേലിൽ നിന്നും കിട്ടുന്ന ഒരു കണക്ടിവിറ്റിയാണ്. അപ്പോൾ ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ് ഈ 3 രാജ്യങ്ങളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ കണക്ടിവിറ്റി കോറിഡോർ അവിടെ ബിൽഡപ്പ് ചെയ്യുന്നത്. ഒപ്പം ഇറ്റലിയും ഉണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയും ഇറ്റലിയിലെ ജോർജിയ മെലോണിയായിട്ട് പ്രൈം മിനിസ്റ്റർ മോദി പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൈപ്രസുമായിട്ട് ട്രേഡ്, ഡിഫൻസ്, അതേപോലെ തന്നെ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അതുപോലെ കൾച്ചറൽ കോഓപ്പറേഷനും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഡൽഹിയിൽ നടന്നത്. സൈപ്രസിൻ്റെ പ്രസിഡന്റിനോടൊപ്പം വലിയൊരു ഡെലിഗേഷൻ ടീം തന്നെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രയാൻ 3 ലൂണാർ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്തതിനെ തുടർന്ന് നമുക്ക് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സ് ഈ സംഘടനയിൽ നിന്നും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഇന്ത്യയുടെ ISROയ്ക്ക് തന്നെയാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. മൂണിൻ്റെ സൗത്ത് പോളിൽ ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം ആ അവാർഡ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഇന്ത്യയാണ് നോർവേക്കാരൻ പാമ്പിൻ്റെ സിമ്പലിട്ട് അപമാനിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അങ്ങനെയൊന്നും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ പറ്റില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളുടെ കഠിനാധ്വാനവും നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയത്നവും നമ്മളെ മുന്നോട്ട് തന്നെ എത്തിക്കും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇന്ത്യ 20 ടൺ വാക്സിൻ, അതേപോലെ ചില ലൈഫ് സേവിങ് മെഡിസിൻസ് ആ ഒരു ചാരിറ്റി ബേസിസിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. സഹായമാണ് കേട്ടോ, തികച്ചും ഫ്രീ ആണ്, പൈസ വാങ്ങിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ് ഇന്ത്യ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ചൈനയിൽ വീണ്ടും സപ്ലൈ ചെയിൻ്റെ പ്രതിസന്ധി. അപ്പോൾ വീണ്ടും ഇനി റെയർ എർത്ത് എലമെൻറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ചൈന റോ മെറ്റീരിയൽസ് ഇന്ത്യക്കുള്ളിലേക്ക് അയക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇന്ത്യ വറി ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ആശങ്ക നമുക്കുണ്ടാകുന്നത്. ഇത് ഇന്ത്യക്കുള്ളിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകളെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ നിലപാടുകളെ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.